ജനുവരിയിൽ പതിവില്ലാത്ത മഴ ജില്ലയിൽ പഴവർഗ്ഗ വിപണിയെ സാരമായി ബാധിച്ചു. സാധാരണയായി ചൂട് കൂടുന്ന ഈ മാസം വിറ്റഴിക്കാനായി പഴവർഗ്ഗങ്ങൾ സ്റ്റോക്ക് ചെയ്ത വ്യാപാരികൾക്ക് മഴ വില്ലനായതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരാഴ്ചയായി തുടരുന്ന മഴ മൂടിക്കെട്ടിയ അന്തരീക്ഷം പഴവർഗ്ഗ വ്യാപാരികളെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. പൊതുവെ ചൂടുകൂടിയ ഈ സമയത്ത് വിൽപ്പനയ്ക്കായി ലക്ഷങ്ങൾ മുടക്കി പഴവർഗ്ഗങ്ങൾ സ്റ്റോക്ക് ചെയ്ത കച്ചവടക്കാരിപ്പോൾ മഴയിൽ വിൽപ്പനയില്ലാതായതോടെ എന്തു ചെയ്യണമെന്ന അറിയാത്ത അവസ്ഥയിലാണ്. നിലവിൽ തണുത്ത കാലാവസ്ഥയിൽ പഴവർഗ്ഗങ്ങളുടെ വിൽപ്പനയിൽ ഗണ്യമായ കുറവാണ് വന്നിരിക്കുന്നത്. ഇത് കാരണം പഴവർഗ്ഗങ്ങൾ ചീഞ്ഞു നശിക്കുകയാണ്. തണ്ണിമത്തൻ, ഓറഞ്ച്, പഴം, പൈനാപ്പിൾ തുടങ്ങിയവ വൻകിട കച്ചവടക്കാർ കന്നുകാലികൾക്ക് തീറ്റയായി കർഷകർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. 10 വർഷമായി ബത്തേരി മേഖലയിൽ പഴവർഗ്ഗ കച്ചവടം ചെയ്യുന്ന അബ്ദുള്ളയ്ക്ക് തണ്ണിമത്തൻ ഇനത്തിൽ മാത്രം ഈ ദിവസങ്ങളിൽ 1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് വന്നതെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ സ്റ്റോക്ക് എടുത്തത് അപ്പോൾ ജനുവരിക്ക് മഴ ഉണ്ടാവില്ല, സംഭവം മഴ പിടിച്ച് അപ്പോൾ ആൾക്കാർക്ക് ആർക്കും സാധനം വേണ്ട, അപ്പോൾ കൂടുതൽ സാധനം ഇറക്കിയിട്ട് നഷ്ടം വന്നെ കുറെ നഷ്ടമായിട്ടുണ്ട്. ഒന്നും ചെയ്യാനായിരുന്നില്ല. ഇതര സംസ്ഥാനത്ത് നിന്നും ഇറക്കിയ തണ്ണിമത്തനിൽ നിന്നും 4 പോലും വിൽപ്പന നടന്നിട്ടുമില്ല. ഇതേ സ്ഥിതി തന്നെയാണ് ജില്ലയിലെ മറ്റു പഴവർഗ്ഗ കച്ചവടക്കാരും നേരിടുന്നത്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി.